നമസ്കാരം. ആഭ്യന്തര യുദ്ധം രൂക്ഷമായ സുഡാനിൽ മരിച്ചുവീണ് കുരുന്നുകൾ. യുദ്ധം രൂക്ഷമായ സുഡാനിൽ നഴ്സറി സ്കൂളിന് നേരെയുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 46 കുട്ടികളടക്കം 114 പേർ കൊല്ലപ്പെട്ടു. കോർഡോഫാൻ കലോജിയിലുണ്ടായ ആക്രമണത്തിന് പിന്നിൽ വിമത സൈന്യമായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് ആണെന്ന് സുഡാൻ വിദേശകാര്യ മന്ത്രാലയം ആരോപിച്ചു. കഴിഞ്ഞ ആഴ്ച സുഡാൻ സൈന്യം വിമതരെ ലക്ഷ്യമിട്ട് നടത്തിയ വ്യോമാക്രമണത്തിൽ ദക്ഷിണ കോർഡോഫാനിൽ 48 പേർ കൊല്ലപ്പെട്ടിരുന്നു. മരണസംഖ്യ ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത്. സുഡാനിലെ സാധാരണക്കാർക്ക് നേരെ ഭീകരരായ റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സ് നടത്തുന്ന വംശഹത്യ അപലപനീയം. 43 കുട്ടികളും 6 സ്ത്രീകളുമടക്കം 79 പേർ കൊല്ലപ്പെട്ടു. പരിക്കേറ്റവരെ സഹായിക്കാൻ സമീപവാസികൾ ഓടിയെത്തിയപ്പോൾ അവരെയും ആക്രമിച്ചു എന്നായിരുന്നു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണമെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. കഴിഞ്ഞ മാസമാണ് രക്തരൂക്ഷിതമായ ഏറ്റുമുട്ടലിലൂടെ സർക്കാരിന്റെ അധീനതയിൽ നിന്ന് എൽഫാഷർ നഗരം RSF പിടിച്ചെടുത്തത്. പിന്നാലെ കൂട്ടക്കൊലകളും അരങ്ങേറി. മൃതദേഹങ്ങൾ മറവു ചെയ്യാൻ കൂട്ടക്കുഴിമാടങ്ങൾ ഒരുക്കുകയായിരുന്നു. ഗസയിൽ കഴിഞ്ഞ 2 വർഷത്തെ യുദ്ധത്തിൽ മരിച്ചവരെക്കാൾ കൂടുതൽ ആളുകൾ 10 ദിവസത്തിനുള്ളിൽ ഇവിടെ മരിച്ചിട്ടുണ്ടാകാമെന്നാണ് വിദഗ്ധർ പറയുന്നത്. സുഡാനിലെ കോർഡോഫാൻ കൂട്ടക്കൊലകൾ നേരിടേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകി ഐക്യരാഷ്ട്രസഭയും രംഗത്ത് വന്നു. കോർഡോഫാന് മറ്റൊരു എൽഫാഷറാകാൻ കഴിയില്ലെന്ന് UN മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടർക്ക് പറഞ്ഞു. കോർഡോഫാനിലെ സംഘർഷങ്ങൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ പുതിയൊരു കൂട്ടക്കൊല ഉണ്ടാകുമോയെന്ന ഭയമുണ്ടെന്നും വോൾക്കർ ടർക്ക് പറഞ്ഞു. മറ്റൊരു മനുഷ്യനിർമ്മിത ദുരന്തത്തിന് മുന്നിൽ നിശബ്ദരായിരിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സുഡാനീസ് സായുധ സേനയും അതായത് SAF, റാപ്പിഡ് സപ്പോർട്ട് ഫോഴ്സും അതായത് RSF തമ്മിലുള്ള ആഭ്യന്തര യുദ്ധം അവസാനിപ്പിക്കുന്നതിനും സംഘർഷത്തിനായുള്ള ആയുധങ്ങൾ എത്തിക്കുന്നത് തടയുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും എൽഫാഷറിലെ കൂട്ടക്കൊലയിൽ നിന്ന് പാഠം പഠിച്ചില്ലേ? സുഡാനിലെ ജനങ്ങൾ ഭീകരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് ഇനിയും ഇരയാകുന്നത് അനുവദിച്ചുകൊണ്ട് നമുക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല. നമ്മൾ നടപടിയെടുക്കണം. ഈ യുദ്ധം ഇപ്പോൾ അവസാനിപ്പിക്കണം, അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ദിവസം സുഡാനിൽ വർദ്ധിച്ചു വരുന്ന അരക്ഷിതാവസ്ഥ കാരണം ഒറ്റ ദിവസം കൊണ്ട് കെർത്തലയിൽ നിന്നും 1600 പൗരന്മാർ പലായനം ചെയ്തെന്നും 400ഓളം കുട്ടികൾ അനാഥരായെന്നും UN മൈഗ്രേഷൻ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ സുഡാനിലെ കോർഡോഫാൻ കൂട്ടക്കൊലകൾക്ക് ഇരയാകേണ്ടി വരുമെന്ന് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭയും മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. മറ്റൊരു എൽഫാഷർ ആകാൻ ഇവിടെ കഴിയില്ല എന്നാണ് UN മനുഷ്യാവകാശ മേധാവി വോൾക്കർ ടർക്ക് പറഞ്ഞത്. വർദ്ധിച്ചു വരുന്ന ഈ ഒരു സാഹചര്യത്തിൽ പുതിയൊരു കൂട്ടക്കൊല ഉണ്ടാകുമോ എന്ന ഭയമുണ്ട് എന്നാണ് ഏവരും പറയുന്നത്. മറ്റൊരു മനുഷ്യനിർമ്മിത ദുരന്തമായി മാറുകയും ചെയ്യും. ഇതിനു മുന്നിൽ നിശബ്ദരായിരിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണ് വരുന്നത്.